നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ചോറിൻ്റെയും കപ്പയുടെയും കൂടെയൊക്കെ ഒരു സ്പെഷ്യൽ മീൻകറി വിളമ്പും. നല്ല കുറുകിയ ചാറും അതുപോലെ തന്നെ എരിവും പുളിയൊക്കെ ഉള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറി. അപ്പോൾ ആ മീൻകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻകറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ 1 കിലോ കേരയാണ് എടുത്തേക്കണത്. അത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി എടുത്ത് വെച്ചേക്കണതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കുടപ്പുളി തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 ലിറ്റർ വെള്ളമാണ് എടുത്തേക്കണത്. 6-7 കുടപ്പുളി ഉണ്ട്. ഈ കുടപ്പുളി ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് ഒരു വാളം വെളുത്തുള്ളി ഉണ്ട്, അത് തൊണ്ട് കളഞ്ഞെടുത്തേക്കണതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയുണ്ട്. ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഈ രീതിയിലാണ് നമ്മളിത് ചതച്ചെടുത്തേക്കണത്. ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകണ്ട. പുളിയൊക്കെ തിളച്ച് ഉറയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളമാണ് നമ്മളിത് തിളപ്പിച്ചേക്കണത്. അപ്പോൾ ഇനി ഈ പുളിവെള്ളം ചേർത്തിട്ട് നമുക്ക് മീൻകറിക്ക് വേണ്ട മസാലയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ സാദാ മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഉണ്ട്. 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ കൂടെ ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് നമുക്ക് ഈ തിളച്ച് കിടക്കണ വെള്ളം എടുത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഈ പുളിവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴക്കണേ, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പുളിവെള്ളം ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുമില്ല. ആ ചൂടോടുകൂടി തന്നെയാണ് ഒഴിക്കണത്. ഇതൊന്ന് കുറച്ച് നേരം ഇരിക്കട്ടെ, എന്നിട്ട് ഇത് പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ. ഇനി നമുക്ക് ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏതാണ്ട് ഒരു 50 ഗ്രാം വെളിച്ചെണ്ണയോടെ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് പൊട്ടിക്കാനായിട്ട് നമ്മൾ 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകുമാണ് എടുത്തേക്കണേ. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് മസാല ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇച്ചിരി തീ കുറച്ചിടണം കേട്ടോ. തീ കുറച്ചിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ അരപ്പ് കൂട്ടിയെടുത്ത പാത്രമാണ്, അതൊന്ന് കഴുകി ഒഴിച്ചതാണ് കേട്ടോ. അത് പുളിവെള്ളം തന്നെയാണ് ഒഴിച്ചേക്കണത്, വേറെ വെള്ളമൊന്നുമല്ല. ഇതിനി നമുക്ക് വാങ്ങി വെക്കാം. ഇത് ഒരു മസാലയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മൂത്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും ഇല്ലാത്തൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ഇതിലാണ് നമ്മൾ മീൻകറി വെക്കണത്. നമുക്ക് ഈ കുറുകിയ മസാല കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കാം. നമുക്ക് ഇങ്ങനത്തെ കല്യാണ മീൻകറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ദശക്കട്ടിയുള്ള മീൻ തന്നെ വേണം. അതിന് മോത, കേര, ചൂര അങ്ങനത്തെയൊക്കെ ആയിരിക്കും നല്ലത്. മുള്ളു കുറവുള്ളതായിരിക്കണം. നമ്മളിപ്പോൾ ഒരു നേരം വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറേ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേറ്റവും പ്രധാനം കറിവേപ്പിലയാണ്. ആ കറിവേപ്പിലയുടെ മണമൊക്കെ നല്ല ഇതായിട്ട് മീൻകറിയിൽ കിട്ടും അന്നേരം. ഇനി കുറച്ച് മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള മീനും കൂടെ മുകളിൽ നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. പുളിവെള്ളവും കൂടെയും കൂട്ടി ഇതിനകത്തുനിന്ന് കലക്കി പാകത്തിന് വെള്ളമായിട്ട് കൊടുക്കാം. ഇനി ചട്ടി നമുക്ക് ഒന്ന് ചിറ്റിച്ചെടുത്ത് വയ്ക്കാം. ആ പുളി വെന്ത വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. പുളി ഞാൻ ഇട്ടിട്ടില്ല, ആ പുളി മാറ്റി വെച്ചേക്കുക. മീൻകറി ഇടയ്ക്കിടയ്ക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. കയ്യിലിട്ട് ഇളക്കൊന്നും ചെയ്യരുത്, അപ്പോൾ അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. മീൻകറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മീൻകറി വേവാനായിട്ട് ഒരു 25 മിനിറ്റ് സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. മീൻകറി വാങ്ങിയിട്ടുണ്ട്. കുറുകിയ ചാറായിട്ടുണ്ട്. ഇത് കണ്ടോ. ഇന്ന് എടുക്കരുത് ഈ മീൻകറി. ഇത് നന്നായിട്ട് അടച്ച് വെച്ചാർന്നിട്ട് നാളെയാണ് ഈ മീൻകറി എടുക്കാവുള്ളൂ. അപ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ കുറച്ചും കൂടെ കുറുകുകയും ചെയ്തു. ഇതിപ്പോൾ കുറച്ച് വെള്ളം പോലെ ഉണ്ട്. കുറുകിയിട്ടുണ്ടെങ്കിലും കുറച്ച് വെള്ളം പോലെയാണ്. അപ്പം നാളത്തേക്ക് നന്നായിട്ട് ഇത് കുറുകിയിരിക്കും. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം. ഇനി അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.